എല്ലാ ഭക്തജനങ്ങൾക്കും കതിരവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. വാട്സപ്പ് നമ്പറും കൂടെയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി പരിഹരിച്ച് വേണ്ട പോലെ പരിഹാര കാര്യങ്ങൾ ചെയ്തും നിർദ്ദേശിച്ചും തരുന്നതാണ്. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. കർക്കിടകം, അതായത് ഈ വരുന്ന വ്യാഴാഴ്ച കർക്കിടകമാണ്. അപ്പോൾ പിതൃദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി ബലിയൊക്കെ ഇടുക. ഞാൻ നേരത്തെ ഒന്നുകൂടെ പറയുകയാണ്, ബലിയിടുന്ന കർമ്മിയെ വളരെയധികം ശ്രദ്ധിച്ച് വേണം. നമ്മുടെ മനസ്സിനിണങ്ങിയ ഒരു കർമ്മിയെ തന്നെ നമ്മൾ ബലിയിടാൻ കർമ്മത്തിന് ഇരിക്കുക. അതായത് പെട്ടെന്ന് ബലികർമ്മങ്ങൾ തീർക്കുന്ന കർമ്മിയുടെ അടുത്ത് ഇരിക്കരുത്. നമ്മളൊന്ന് ഓടിയിടുന്നൊക്കെ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഇണങ്ങിയ കർമ്മിയെ കണ്ടെത്തി നമ്മൾ ആ ഒരു കർമ്മത്തിന് ഇരിക്കുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ പിതൃദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ബലി ഇട്ടതിന് ശേഷം മാത്രം നമ്മുടെ വീട്ടിലുള്ള കൃഷ്ണവിഗ്രഹം ഉണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ ഉപാസിക്കുന്ന ഏത് മൂർത്തിയാണോ ആ മൂർത്തിക്ക് അന്നത്തെ ദിവസം നമ്മളൊരു പാൽപ്പായസം ഉണ്ടാക്കി വെക്കുക. അത് ചിലപ്പോൾ കൃഷ്ണനാകാം, ഭദ്രകാളിയാകാം. ഭദ്രകാളിയാണെങ്കിൽ ഇഷ്ടമുള്ള കടും പായസ കാര്യങ്ങൾ പായസം ഉണ്ടാക്കാൻ ഇപ്പോൾ എല്ലാ ഭക്തജനങ്ങൾക്കും അറിയാം. കൃഷ്ണനാണെങ്കിൽ അരിപ്പായസം വെക്കുക, മറ്റേതാണെങ്കിൽ ശർക്കരയിട്ട് ഉണക്കലരി പായസം വെക്കുക. ഇല്ലെങ്കിൽ പായസം വെക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ, അതായത് ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി, എന്ത് ഐറ്റംസ് ആക്കട്ടെ. അതായത് ബലി ഇട്ടിട്ട് ഒരു നിലവിളക്കെടുക്കുക. ആ നിലവിളക്കിനകത്ത് 5 തിരി ഇടുക. നെയ്യ്, അതായത് നെയ്യ് നിറച്ചൊഴിക്കരുത്. ഉരുകി വരുമ്പോഴത്തേക്ക് ഉരുകി വിളക്ക് കിട്ടുവാൻ ചാൻസ് ഉണ്ട്. അപ്പം വലതുവശത്ത് കിണ്ടി വെക്കുക. ഇച്ചിരി പൂവൊക്കെ ഇട്ട് ഒന്ന് അലങ്കരിക്കുക. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് മാലയോ കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് ഭക്തജനങ്ങളുടെ സാമ്പത്തിക രീതിയിൽ. അപ്പോൾ ഈ രീതി പോലെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വിശ്വസിച്ച് വിളിക്കുന്ന നമ്മുടെ ഉപാസനമൂർത്തി, എല്ലാ ഭക്തജനങ്ങൾക്കും ഓരോരോ ഇഷ്ട ദേവതകളുണ്ടാകാം, ഉപാസനമൂർത്തികളുണ്ടാകും. അപ്പോൾ ആ ഉപാസനമൂർത്തിക്ക് നമ്മൾ, അതായത് വാവിൻ്റെ അന്ന് പിതൃദോഷങ്ങളൊക്കെ മാറി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളും കാര്യങ്ങളും നല്ലതാകാൻ വേണ്ടി എല്ലാവിധ ഐശ്വര്യങ്ങളുണ്ടാകും. ഞങ്ങളുടെ കുടുംബത്ത് പിതൃദോഷങ്ങൾ മാറി ഐശ്വര്യവും സമ്പത്തും ധനവും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ ഉപാസനാമൂർത്തിക്ക് പിതൃദോഷങ്ങളൊക്കെ മാറി നമ്മുടെ കുടുംബത്തുണ്ടായിരുന്ന മരിച്ചുപോയ ആത്മാക്കൾക്കൊക്കെ മോക്ഷം കിട്ടാൻ വേണ്ടി നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഒരു നെയ്തിയും വെക്കാം. അത് പായസം ഉണ്ടാക്കി വെക്കാം, ഭദ്രകാളിയാണെങ്കിൽ കടും പായസം ഉണ്ടാക്കി വെക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു നെയ്തിയും, ആ നെയ്തിയം വിളക്ക് വെച്ച് നമുക്ക് ആ നെയ്തിയം വെച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കാം. ഒരു 10 മിനിറ്റ് നേരം വിളക്ക് കത്തിച്ച് വിളക്കൊക്കെ കിടത്തി നമുക്ക് ആ നെയ്തിയം പ്രസാദമായിട്ട് കഴിക്കുകയും ചെയ്യാം. അതായത് ഭക്തജനങ്ങൾ ബലി ഇട്ട് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പായസം ഒന്നും ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് എങ്കിലും നമ്മുടെ ഭഗവാനെ വെച്ച് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറയുക. അന്നത്തെ ദിവസം ഇത് നമ്മൾ ഭക്തിപൂർവ്വം സ്നേഹപൂർവ്വം ചെയ്യുമ്പം ആ ഒരു ദിവസം ഭഗവാൻ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരും. ചിലപ്പോൾ ഭക്തജനങ്ങളുടെ ഇഷ്ടദൈവം കൃഷ്ണനാകാം, ശിവനാകാം, പാർവതീയാകാം, വിഷ്ണുവാകാം, ശാസ്താവാകാം, പല രീതിയിലുള്ള ഈശ്വര സങ്കല്പങ്ങളാകാം. അപ്പോൾ ആ ഈശ്വര സങ്കല്പത്തിന് നമുക്ക് എന്ത് നെയ്തിയാണ് വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന അതേപോലെ നെയ്തിങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം നമ്മുടെ കാര്യങ്ങൾ തീർച്ചയായിട്ടും നടക്കും. അപ്പോൾ ഭക്തജനങ്ങൾ ഈ ഒരു കാര്യം വിശ്വാസത്തോടുകൂടി ചെയ്യുക. പായസം ഉണ്ടാക്കി വെക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ബൗളിൽ വെക്കാം. എടുക്കാത്ത ഫ്രൂട്ട്സൊക്കെ ആണെങ്കിൽ നമ്മൾ തളികയിൽ വെക്കാം. നെയ്ത്തിരി കത്തിച്ച് ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോയിൽ വെക്കാം. ഇല്ലെങ്കിൽ നമുക്ക് പൂജാമുറിയോ ഫോട്ടോയോ ഒന്നും ഇല്ല, ചിലവർ വിളക്ക് വെക്കുന്നതാണ്. നമുക്ക് സങ്കല്പിച്ച് നമ്മുടെ ഇഷ്ടമുള്ള ദേവനെ വിളക്ക് കത്തിച്ച് ഒരു 10 മിനിറ്റ് നേരമെങ്കിലും, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നേരമെങ്കിലും അത് വെച്ച് വിളക്കൊക്കെ എടുത്ത് മാറ്റി നമുക്ക് ആ പ്രസാദം കഴിക്കാം. അപ്പോൾ 10 മിനിറ്റ് നേരമെങ്കിലും ഇത് ചെയ്യുക. നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മുടെ ഉപാസനമൂർത്തിയെ പ്രാർത്ഥിക്കുക. ഇത് ഇങ്ങനെ ചെയ്യേണ്ട ഒരു ചിലവർക്കൊരു ദോഷം ഉണ്ടാകും. ഈശ്വരനെ വീട്ടിൽ വെച്ച് നെയ്യം കൊടുത്താൽ ദോഷമല്ലേ എന്ന് ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈശ്വരൻ നമ്മുടെ സർവ്വരക്ഷയ്ക്കുള്ള ഒരു ഈശ്വരന്മാരും ദോഷം വരുത്തില്ല. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഭക്തജനങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് ഈശ്വരനെ വിളിക്കുന്നു. ഈശ്വരൻ അവിടെ സന്തോഷമാണ്. നമ്മൾ ക്ഷേത്രത്തിലെ പോലെ പൂജാതി കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ വിളക്ക് വെച്ച് നമ്മൾ അതിൻ്റെ മുമ്പിൽ, ഈശ്വരൻ്റെ മുമ്പിൽ നമുക്ക് ഇഷ്ടമുള്ള നെയ്തിയും വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വിളക്കെടുക്കുന്നു. ആ ഒരു പ്രസാദം നമ്മൾ നീതിയായിട്ട് കഴിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഭക്തജനങ്ങൾ കർക്കിടക വാവിൻ്റെ അന്ന് ചെയ്യുക. നിങ്ങളുടെ പിതൃദോഷങ്ങളൊക്കെ മാറും, വീട്ടിൽ ഐശ്വര്യം സമാധാനം ഉണ്ടാകും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് വരുന്നതാണ്.